എടുത്തോ പെട്ടെന്ന് എടുത്തോ. നമ്മളെവിടെയാണ് എടുക്കേ? ബീച്ചിലോ? ഇതാണോ ബീച്ച്? നമ്മളെത്ര പേരാ? ഇറക്കേ അങ്ങോട്ട് പോവാനുണ്ട്. ഇറക്കേ എത്ര പേർക്ക്? 5 പേർക്ക് 250 രൂപ. ഇവിടെയൊക്കെ അത്യാവശ്യം ഓടിക്കളിക്കുന്നുണ്ട്. ഡെർക്ക് എന്തോ മീൻ ഡെർക്ക് വേണ്ടേ? ഡെർക്കെ നമ്മളെവിടാ ഡെർക്കെ പോന്നേ? എവിടാ പോന്നേ? എന്താ പറഞ്ഞേ? ഇതിനകത്ത് ഇരിക്കുന്ന നല്ല കാര്യമുണ്ടല്ലേ? നമ്മളങ്ങോട്ടാ പോകുന്നത്. ഹേ ഹലോ മച്ചന്മാരെ, പാക വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെവിടാ പോകുന്നത്? അപ്പോൾ സാമ്പ്രാണിക്കൂടി പോകാനായിട്ട് നമ്മൾ ബോട്ടിൽ കയറി തയ്യാറായിട്ടിരിക്കുകയാണ്. ഡ്രൈവർ ചേട്ടനൊക്കെ ഓക്കെയാണ്, വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കുടിയിലേക്ക് പോവുകയാണ്. ചെറിയല്ലേ? അടിഭാഗം തട്ടി അവിടെ അത് ജീവനുള്ളതല്ലേ ജെല്ലി ഫിഷ്? ആളുകൾ അറിയാതെ എടുത്തു കളയും. ഇതിന് അടിയിലൊരു സാധനമുണ്ട്, അത് ദേഹത്ത് തട്ടിയാൽ ഭയങ്കര ജെല്ലി ഫിഷ് പോലെ. ജെല്ലി ഫിഷ് അടിപൊളി. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് ടെർമിനലാണ്. പക്ഷേ ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറത്തായിട്ട് ആ ബോട്ടൊക്കെ വരുന്ന കാണുന്ന ഗൈസ്. അപ്പോൾ അവിടാണ് സെക്കൻഡ് ടെർമിനൽ. അവിടുന്ന് കയറാമെങ്കിൽ നമുക്ക് ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും. അവിടെ പാർക്കുണ്ടല്ലേ ഏട്ടാ? അവിടെ ഒരു ഗംഭീര പാർക്കും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരുന്നവർ സെക്കൻഡിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഇതേപോലെ ബോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഏകദേശം നല്ല സമയം നമുക്ക് ബോട്ടിങ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടുന്ന് നമ്മൾ തൊട്ടടുത്താണ് സാമ്പ്രാണിക്കുടി. ഇവിടുന്ന് ഫസ്റ്റ് ടെർമിനലിൽ നിന്ന് ഏറ്റവും അടുത്താണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അവിടെ ചെല്ലാൻ പറ്റും. ബോട്ട് യാത്രയൊന്നും ഒരുപാട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവർ സെക്കൻഡിൽ നിന്ന് കയറാനായിട്ട് ശ്രമിക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കുടിയിലേക്ക് പോവുകയാണ് ഗൈസ്. ഈ ബോട്ടുകളൊക്കെ വരുന്നത് സെക്കൻഡിൽ നിന്നാണ് ഗൈസ്. സെക്കൻഡ് ടെർമിനൽ നിന്നുള്ള ഇവിടുന്ന് അവിടെ പോയി കയറാൻ ഇവിടുന്നും അവിടുന്നും കറക്റ്റ് ഒരേ റേറ്റ് ആണ് ഗൈസ്. 2 സൈഡിൽ നിന്ന് ഒരേ റേറ്റ് ആണ്. അപ്പോൾ വരുന്നവരെന്തായാലും ആദ്യമായിട്ട് വരുന്നവർ സെക്കൻഡ് ടെർമിനലിൽ നിന്ന് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അവിടെ ആകുമ്പോൾ നമുക്ക് കുറേ നേരം ബോട്ട് യാത്ര കിട്ടും. അടിപൊളിയായിട്ട് നല്ലൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടേക്ക് ഇരുന്ന് സൂപ്പറായിട്ട് വരാൻ പറ്റും. ഇവിടുന്ന് തൊട്ടടുത്താണ്. ഏകദേശം 2-3 മിനിറ്റത്തെ യാത്രയുണ്ട്. ഇപ്പം വെള്ളം കുറവല്ലേ ഏട്ടാ? 2 മണിക്ക് വെള്ളം കയറും അല്ലേ? ഓഹോ. ഏത് മാസമാണ് ഏട്ടാ ഏറ്റവും ആണല്ലേ? ഈ മാസമാണല്ലേ? മേടപ്പറ്റല്ലേ? മേടപ്പറ്റിലാണ് ഇപ്പോൾ. ഈ മാസമാണ് വെള്ളം അല്ലേ? അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് വെള്ളം കയറുമായിരിക്കും. ഒട്ടിനും വെള്ളമാവും അല്ലേ? ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് ധാരധാരയായിട്ട് ഇറങ്ങി വരിക. ഇറക്കെ ചാടറ, കറങ്ങി ചാടറ. അല്ല, ഇവിടുന്ന് അങ്ങോട്ട് ചാടറ. ഒരുത്തം പമ്മി ഇരിക്കുന്നു ഗൈസ്. ആണോ ഇവിടെ? ചെരുപ്പെടുത്ത് കൈ പിടിച്ചോ. ചെരുപ്പ് ആരെ കടന്നോട്ട് കുഴപ്പമില്ല. ഇതായി പോകത്തില്ലല്ലോ, ഇതിനകത്ത് പൊതയത്തില്ലല്ലോ. ഇല്ല, കട്ടി മണ്ണല്ലേ? വെള്ളത്തിലേക്ക് ഇറങ്ങിയാണ് ഗൈസ്. ഇല്ല കുഴപ്പമില്ല. കാലക്കിടന്നില്ല. ചെരുപ്പ് ഇട്ടില്ലേലും വിഷയമില്ല. അപ്പോൾ നമ്മുടെ ചേട്ടൻ വേണ്ട നമ്മളെ വള്ളത്തിൽ കൊണ്ടുപോകണം. എടുത്ത് ചാട
പിന്നെ അടിക്കും ഞാൻ അവരെ കൂടെ നശിപ്പിച്ച ഇപ്പം നമ്മളെ വള്ളത്തിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം വള്ളത്തിൽ നമുക്ക് ഒരു യാത്ര പോവാം. 4 കിലോമീറ്ററോളം കണ്ടൽക്കാടിൻ്റെ നടുക്കൂടുള്ള യാത്രയാണ്. നമ്മൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നമുക്കെന്നാൽ യാത്ര ചെയ്തിട്ട് വന്നിട്ട് ഇവിടെ നിൽക്കാം. സംഭവം നല്ല ഗംഭീര കാഴ്ചയാണ് ഗൈസ്. എല്ലാവരും അതേ കണ്ടൽക്കാടിന് അതിലൊക്കെ കയറിയിരിപ്പുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടല്ല അച്ഛാ വരുന്നത്. അച്ഛാ അവിടെ ഇവിടെ വെള്ളമില്ല. അച്ഛൻ ആദ്യമായിട്ടല്ലേ വരുന്നത്? ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ വരുന്നത്. സംഭവം എന്തായാലും ഗംഭീരമാണ് അല്ലേ? അടിപൊളിയാണ്. അപ്പം വരാത്തവരൊക്കെ വരിക. അതെ എല്ലാവരും വന്ന് കാണുക. ഈ മാസമാണ് കുറച്ചുകൂടെ വെള്ളം കുറഞ്ഞിരിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വരിക. 4 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വള്ളത്തിൽ കയറി നമുക്ക് യാത്ര ചെയ്യാം. വെള്ളത്തിലുള്ളൊരു യാത്ര. നല്ല വെയിലാണ് ഗൈസ്. പക്ഷേ എന്നാലും ഇവിടെ നിൽക്കുന്ന അത്ര വലിയ ചൂടൊന്നും അറിയത്തൊന്നുമില്ല. മാങ്ങയൊക്കെ തിന്ന വയറ് കേടാവും കേട്ടോ. വെള്ളം തെള്ളി ഇറക്കുകയാണ്. 2 മണിയൊക്കെ ആകുമ്പോൾ വെള്ളം കയറും കേട്ടോ. വെള്ളം കൂടും. ചേട്ടാ സ്ഥിരം വരുന്നതാണോ? ഇവിടെ അടുത്തല്ലേ? ഞങ്ങൾ എല്ലാ വർഷവും വരുമല്ലേ? ചേട്ടനാണ് ശരിചേട്ടൻ നമുക്ക് വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഒരുക്കി തരികയാണ്. എന്നെ മുഖ്യധാരയിലാക്കി ആക്കി തന്നിട്ടുണ്ട്. വെള്ളം ഒരുപാട് ഇട്ട് കുലുക്കല്ലേ. ഞാനത് വെള്ളത്തിൽ ചാടി. ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് പേടിയാ. ഫോറിനേഴ്സേ എന്ന് വിളിക്കുക. വള്ളിയൊക്കെ ഇട്ടു അല്ല, കാറ്റടിക്കാൻ പറഞ്ഞു. എല്ലാവരും ഫോറിനേഴ്സേ എന്ന് വിളിക്കും. പുള്ളി പിടിച്ച് ഇടിക്കുമെന്ന് തലേ വെക്കാം. തീർന്നോ? നമുക്ക് തന്നിട്ടുണ്ട് കേസ് ഒരു വാവ്. ഇതൊക്കെ വെച്ച് കഴിയുമ്പോൾ ഫോറിനേഴ്സേ എന്ന് വിളിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് കേസ് ഒരു തൊപ്പി. എങ്ങനെയുണ്ട് കേസ്? നമ്മളിങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ്. മനോഹരമായ കാഴ്ച, കൊല്ലത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. നമ്മൾ കായലിൻ്റെ അകത്തിലൂടെ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഭവം ഇവിടെ വന്നിട്ട് വരാത്തവരൊന്ന് വന്ന് നോക്കുക. ഗംഭീര കാഴ്ചയാണ്. നല്ല വെയിലാണ്. ഇപ്പോൾ സമയം ഏകദേശം 1:15 നല്ല വെയിലാണ്. സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിൽ തന്നെ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ പറയുന്ന പോലെ അത്ര ചൂടൊന്നുമില്ല. കാരണം നല്ല കാറ്റാണ് ഇവിടെ. അതുകൊണ്ട് വലിയ ചൂടൊന്നുമില്ല ഗൈസ്. അപ്പോൾ വന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ 12 മണിയായിരുന്നു. ഡെർക്ക് ഒരു പാട്ട് പാട് എന്നാ നീ പാട്. അറിയത്തില്ലയോ? കള്ളനാ പാടാ പാട്ട്. ജെല്ലി ഫിഷോ? ജെല്ലി ഫിഷൊന്നും അല്ല, പ്ലാസ്റ്റിക് പറ. പ്ലാസ്റ്റിക് കൂടെ ഉണ്ട്. ജെല്ലി ഫിഷാ. ഫുള്ള് ദ്വീപുകളാണ്. ചെറിയ ദ്വീപുകളാണ്. അതിൻ്റെ അകത്തിൽ കൂടെയാണ് നമ്മളീ പോകുന്നത്. കണ്ടില്ലേ? ഇവിടെ എല്ലാം വീടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോ ദ്വീപ് പോലെ ചെറിയ അവിടെയായിട്ട് ആ പാലമാണ് ആ 2 ദ്വീപും തമ്മിൽ ബന്ധിപ്പിച്ചേക്കുന്നത്. അങ്ങനെ ചെറിയ ദ്വീപുകൾ വഴി മൊത്തം ഇങ്ങനെ കണ്ടൽക്കാടുണ്ട്. ഇവിടെ ഒന്നും താമസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ കൂടുതലും പോയി കൊക്കുമുണ്ടി പോയി. കണ്ടൽക്കാട് ഉള്ളൊരു ചെറിയൊരു തുരുത്താണ്. പക്ഷേ ഇത് ഒരു പ്രൈവറ്റ് ആരോ ഏറ്റെടുത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി സൂപ്പർ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അകത്ത് വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നല്ല അടിപൊളിയായിട്ട് 4 സൈഡിലും വെള്ളത്താൽ ചുറ്റപ്പെട്ട നൈസൊരു ചെറിയ ലാൻഡാണ് ഗൈസ്. അടിപൊളിയാണ്. കണ്ണാടി കളഞ്ഞോ? വെള്ളത്തിൽ കളഞ്ഞോ? വെരി ഗുഡ്. അതിൻ്റെ ഇടല്ല, അതെടുക്കാം. ഫാമിലി റെസ്റ്റോറൻ്റ് ഉണ്ട് ഗൈസ്. അകത്തൊരു വലിയ റെസ്റ്റോറൻ്റ് ഉണ്ട്.
ഫിഷിനെ വളർത്തുന്ന നെറ്റ് കൊണ്ടുള്ള ടാങ്കുകളുണ്ട്. അകത്തൊരു കള്ള് ഷാപ്പുണ്ട്. ഇങ്ങനെ സംവിധാനങ്ങളൊക്കെ എല്ലാ സംവിധാനങ്ങളും അകത്തുണ്ട്. കണ്ടൽക്കാടുകൾ ഇങ്ങനെ വേര് പിടിച്ച് വേരിൻ്റെ പുറത്ത് ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് ഗൈസ്. ഇതേ അതിൻ്റെ കാ കണ്ടോ അച്ഛാ? പയറ് പോലത്തേക്കാ. ആ കായൊക്കെ വീണാലും കിളിക്കും. ഇതെല്ലാം വേരുകളാണ്. ഇതാണ് ഈ കണ്ടൽക്കാടുകളാണ് നമ്മുടെ ഈ മണ്ണൊക്കെ ഒലിച്ചു പോകാതെ എന്തൊക്കെയോ സംവിധാനമുണ്ട്. അയ്യോ കാട്ടിക്കയറിയേ, കാട്ടിക്കയറി. അതൊന്നും ആരും പേടിക്കണ്ട, ഒന്നും പറ്റില്ല. അങ്ങനെ നമ്മൾ കായലിൻ്റെ നടുക്കൂടെ നടന്നു പോവാണ് ഗൈസ്. മീനോ പിടിക്കാൻ ഓടിച്ചിട്ട് പിടി. എന്താ മീന? പ്രാവിൻ്റെ മീൻ. എന്തി പോയോ? മീനോ? വേലിയേറ്റാണോ? അതാ എറുക്ക, വേലിയേറ്റ് എറുക്ക്. ബോട്ട് യാത്ര അത്ര പറയത്തക്ക ഒന്നുമില്ല ഗൈസ്. ബോട്ട് യാത്ര പോട്ടെ, വെള്ളത്തിലുള്ള യാത്ര അത്ര വലിയ സംഭവങ്ങളൊന്നുമില്ല. നൈസായിട്ട് ഇങ്ങനെ നമുക്ക് യാത്ര ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അതിനിവിടെ ഈ വെയിലിൻ്റെ ചൂട് നല്ലപോലെ ഉണ്ട്. ഇടയ്ക്ക് ആ കാറ്റ് പോകുമ്പോഴത്തേന് നല്ല ചൂടാണ് ഗൈസ്. ഇത്ര നേരം അത്രയും ചൂടില്ലായിരുന്നു, ഇപ്പം നല്ല ചൂടായിട്ടുണ്ട്. ഹലോ ബ്രോ. ഏകദേശം നമ്മൾ 1:15 തുടങ്ങിയാണ് ഗൈസ്. ഇപ്പോൾ 1:45 പോകുന്നു. ഏകദേശം നമ്മുടെ യാത്രയൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ പിന്നെയും തിരിച്ചങ്ങോട്ട് തന്നെ പോവാണ്, സാമ്പ്രാണിക്കൊടിയിലേക്ക് തന്നെ. ഒരുപാട് പേര് വള്ളത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം അഴുക്കുകളാണ് ഗൈസ്. കുപ്പിയും കവറും ഒക്കെ എല്ലാം കിടപ്പുണ്ട്. അപ്പുറത്തൊക്കെയാണ് മീനൊക്കെ ചത്തുപോയി കിടപ്പുണ്ട് ഗൈസ്. ഈ സാധനം ഈ അഴുക്കൊക്കെ തിന്നിട്ടായിരിക്കും 2-3 മീനൊക്കെ ചത്തുപോയി കിടപ്പുണ്ട്. അപ്പം വരുന്നവരൊക്കെ പരമാവധി സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉപേക്ഷിക്കാതൊക്കെ പോവുക ഗൈസ്. നമ്മളിവിടെ വന്നപ്പോഴത്തേനല്ല ഒരു വള്ളക്കാരൻ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മളിത് തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. നമ്മൾ പോയതിനെ ആ സമയത്തിനെക്കാട്ടി കൂടുതൽ ആൾ കൂടിയിട്ടുണ്ട് ഗൈസ്. ചേട്ടൻ കലിച്ച് നോക്കി നിൽക്കുന്നു ഗൈസ്. ഇറങ്ങിക്കോ ചാടി ഇറങ്ങിക്കോ. നമ്മുടെ തൊപ്പിയൊക്കെ തിരിച്ചു കൊടുത്തു. ഇവൻ വന്നപ്പം തൊട്ട് നമുക്ക് വഴി നിന്ന് കിട്ടിയതാണ്. ഇവൻ വന്നപ്പം തൊട്ട് നാശമാണ്. വേണ്ട അത് ബാഗൊക്കെ നാനേ നീ കളിച്ചോ. നിങ്ങൾ അടിച്ചു പൊളിച്ചില്ലെന്ന് ഞാൻ പറയാം. വെള്ളത്തിൽ കിടന്ന് ഉരുളുന്ന വേണ്ട. അടുത്ത ആള് നമുക്ക് വഴിയിൽ നിന്ന് കിട്ടിയാണ് കൈസാറ്. ഇപ്പോഴത്തെ കണ്ടൽക്കാടിൻ്റെ ഒക്കെ മുകളിലൊക്കെ കയറിയിരിപ്പുണ്ട് ആളുകളൊക്കെ. കുറേ പേരൊക്കെ കുത്തി മറിയുന്നുണ്ട് വെള്ളത്തിൽ. പിള്ളേരൊക്കെ ഉണ്ട് വെള്ളത്തിൽ കിടന്ന് കുത്തി മറിയുന്നുണ്ട് ഗൈസ്. എന്താ പറ്റി? വെള്ളം കൂടുന്നതിനാ. ഈ സൈഡിൽ കൂടെ ഇവിടെ വെള്ളക്കുറവാന്ന് തോന്നുന്നു. ഇല്ല, എല്ലായിടത്തും വെള്ളക്കൂടുതലാണ്. കുരിപ്പുകൾ വേണ്ട ഗൈസ്, വെള്ളത്തിൽ കിടന്ന് കുത്തി മറിയുകയാണ് ഗൈസ്.
കുറേ ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗൈസ്. ആളുകൾ ഇഷ്ടം പോലാണ്. നല്ല തിരക്കാണ് ഗൈസ്. വരുന്നവരെ കൊണ്ടുവരാനായിട്ട് എല്ലാ വള്ളക്കാരും തയ്യാറായി കിടക്കുകയാണ്. എന്നാൽ അവിടെ നിന്നു. അപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കൊടിയിലാണ്. സാമ്പ്രാണിക്കൊടിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണല്ലേ. അതാ ഫുഡ് കഴിച്ചിട്ട് ഇനി ടെർമിനൽ 2-ൽ ചെറിയ പാർക്ക് സെറ്റപ്പൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോവാം. ആദ്യം ഫുഡ് കഴിക്കല്ലേ. വിശക്കുന്നില്ല പോലെ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഗൈസ്. ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട എന്തൊക്കെയോ സാധനങ്ങൾ, നാരങ്ങ വെള്ളം, മോരും വെള്ളം, അങ്ങനെ സംവിധാനം ഇഷ്ടം പോലെ കടക്കാറുണ്ട്. നമ്മളെന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവാണ് ഗൈസ്. നമ്മൾ പോകാനായിട്ട് പോവാണ് ഗൈസ്. നമ്മളിവിടുത്തെ സാമ്പ്രാണിക്കൊടിയിലെ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ തിരിച്ചു പോവുക, കഴിക്കുക, നമുക്ക് ടെർമിനൽ 2-ലേക്ക് പോവാം. സാധനമില്ലടാ, സാധനം എത്തി സ്ഥലം എത്തി. അതിലൊന്നും ഇറങ്ങില്ല, ഇയാളൊക്കെ ഇതുവഴി ഇറങ്ങും. അങ്ങനെ നമ്മൾ വിശക്കുന്ന ഫുഡ് നീക്കിട്ടോ എടുത്തോ, വണ്ടി എടുത്തോ. ഡെർക്ക് ഹോട്ടൽ കണ്ടപ്പോഴേ ഓടുക. ഡെർക്കേ ഞങ്ങളൂടെ വരട്ടെ, ഞങ്ങളൂടെ. നമ്മളവിടെ തന്നെ അടുത്ത് തന്നെ അപ്പുറത്ത് കായലാണ്. കായലിൻ്റെ തീരത്ത് തന്നെ കായൽ തീരം കണ്ടോ. കായലിൻ്റെ തീരത്ത് തന്നെ കായൽ തീരമുണ്ട്. ഇവിടെ നമുക്ക് ഇന്നത്തെ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കാം. എടുത്ത് ടേബിളിൽ കൊണ്ടുവയ്ക്കും. ഫോട്ടോ എടുക്കാം, കൈ കഴിയാമോ? വേണ്ട, അതിന് പേടിയാ. സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉള്ളത് നമ്മളെ ടേബിളിൽ കൊണ്ടുവച്ചേക്കാണ്. നമ്മൾ പറയുന്ന പോലെ ചെയ്ത് തരും. എല്ലാ സംവിധാനം ഇവിടെ ഉണ്ട്. ചേട്ടനോട് സ്പെഷ്യൽ ഐറ്റം ചോദിച്ചപ്പോൾ എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ച് കഴിച്ച് സ്പെഷ്യലൊക്കെ എടുത്തുകൊണ്ട് കാണിക്കുകയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇവിടെ വേണ്ട ബിരിയാണി, ചിക്കൻ ഐറ്റംസ് കഴിക്കാനായിട്ട് ആളുകൾ വെയിറ്റാണ്. എന്ത് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ സീ ഫുഡാണ് മെയിൻ, ചിക്കൻ ഐറ്റംസ് ഒന്നുമില്ല. എന്ത് ചെയ്യടാ, നമുക്കിപ്പോൾ മോശമൊന്നുമില്ല. ചിക്കൻ വേണ്ട. ഇത് ഇവനോട് നമ്മളെന്ത് പറയും, ബിരിയാണി ഇല്ല, ബിരിയാണി തീർന്നു. നമുക്ക് ഇപ്പോൾ നാല് ഗുണ്ടകൾ ചിക്കൻ ചോദിച്ചു. അവിടെ ചിക്കൻ ഇല്ലെന്ന് പറഞ്ഞതിന് അവരുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടതേ ചിക്കൻ തേടിയാണ്. ഇവിടെ ഉണ്ടോ ചേരും, ഇവിടെ ഇന്ന് വരും. ചിക്കൻ ഉണ്ടോ? ചിക്കൻ ഐറ്റംസ് ഒന്നും കിട്ടിയില്ല ഗൈസ്. അവിടെ മൊത്തം ഫിഷ് ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ കുരുപ്പുകളായിട്ട് വരുന്നവർ വീട്ടിൽ നിന്ന് ചിക്കനും കൊണ്ട് വരണതാണ് ഗൈസ്, അല്ലെങ്കിൽ പട്ടിണിയായി പോകും. നമ്മൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കട പോലും ഇല്ല. ഇനി മെയിൻ റോഡിലോട്ട് വന്ന് കയറിയാലേ ഉള്ളൂ കേട്ടോ. ഡെർക്കെ മെയിൻ റോഡിൽ പോകുന്നു. നമ്മൾ ചിക്കൻ ഫ്രൈ കഴിക്കുന്നു അല്ലേ? എന്താ വേണ്ട ചിക്കൻ എന്താ വേണ്ടേ? ബിരിയാണി. ചിക്കൻ ബിരിയാണി വേണം. ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഓ, അത് ഹോട്ടലല്ല, ഒരു ഹോട്ടൽ. ഇവിടെ ബിരിയാണി കാണുന്നില്ല.
ഒരു ബിരിയാണിക്ക് വേണ്ടി ഞങ്ങൾ അലഞ്ഞു. ബിരിയാണി വന്നപ്പോൾ തന്നെ വയ്യാതിരുന്നവരൊക്കെ കണ്ണാടി വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. എന്തോ ചോദിച്ചാ ബിരിയാണി കിട്ടിയല്ലേ? പല്ല് പൊട്ടിക്കുന്നു. ബീഫ് ബിരിയാണി അല്ലേ ഗൈസ്? ഒന്നും പറയാം. അവിടെ എന്ത് പറയും? ചിക്കൻ ബിരിയാണി എന്ന് പറയും. കഷ്ടം, ഓരോ ലാഭത്തും പറ്റും. കുഴപ്പമില്ല ഗൈസ്. അതാ വിശപ്പിൻ്റെ വെളി വന്നപ്പോഴത്തേന് നമ്മൾ പിന്നെ ബീഫായതുകൊണ്ട് മുട്ട പോലെയില്ല. അപ്പോൾ നമ്മൾ ഡെർക്ക് നോക്ക് ഡെർക്ക്. അപ്പോൾ ഞങ്ങൾ വേണ്ട ഫുഡൊക്കെ കഴിച്ചു. എങ്ങനെയുണ്ട് ബിരിയാണി? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ബിരിയാണി. അതെ, അടിപൊളി ബിരിയാണിയാണ് ഡെർക്ക് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഇനി തിരിച്ചങ്ങോട്ട് പോകാനായിട്ട് വയ്യ. അപ്പോൾ ടെർമിനൽ 2 അല്ലേ? അപ്പോൾ ടെർമിനൽ 2-ൽ ഇറങ്ങുക. എന്നിട്ട് അവിടുന്ന് ബോട്ടിൽ നേരിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ അവിടെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അത് കാണാൻ വേണ്ടി ഇരുന്നതാണ്. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടുന്ന് ഒരുപാട് ഓടി വന്നതുകൊണ്ട് ഇനിയും കഴിച്ചിട്ട് ഞങ്ങൾ പോവാണ്. അല്ല ഡെർക്കേ, ഞങ്ങൾ പോകല്ലേ, വീട്ടിലോട്ട് പോകല്ലേ? അപ്പോൾ എല്ലാവർക്കും ടാറ്റ കൊടുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ തുമ്മാതൊരു ടാറ്റയോട്. ഓക്കേ.